ലഷ്കർ-ഇ-തൊയ്ബയുമായി ബന്ധമുള്ള ഒരു ഭീകരൻ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. വിനോദ് കുമാർ, സെയ്ഫുള്ള, മുഹമ്മദ് സലീം എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെട്ട തീവ്രവാദിയാണ് കൊല്ലപ്പെട്ടത്. നേപ്പാളിലെ ലഷ്കർ-ഇ-തൊയ്ബയുടെ മുഴുവൻ മൊഡ്യൂളും ഇയാൾക്ക് കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത്. പ്രധാന ദൌത്യം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കേഡറുകളെയും സാമ്പത്തിക സഹായവും കണ്ടെത്തുകയാണ്. നേപ്പാൾ വഴി ലഷ്കർ ഭീകരരെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റാനും സഹായിച്ചിരുന്നു. ലഷ്കറിന്റെ ഓപ്പറേഷണൽ കമാൻഡർ അസം ചീമ എന്ന ബാബാജിയുടെ അടുത്ത അനുയായിയായിരുന്നു സൈഫുള്ള. 2006-ൽ നാഗ്പൂരിലെ RSS ആസ്ഥാനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലും നിർണായക പങ്ക് വഹിച്ചു. ഇതിനു പുറമെ റാംപൂർ CRPF ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിലും IISc ബാംഗ്ലൂർ ആക്രമിക്കാനുള്ള ഗൂഢാലോചനയിലും ഇയാൾ പങ്കാളിയായിരുന്നു. നിലവിൽ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂഞ്ച് ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ പൊട്ടാതെ വീണ 42 ഷെല്ലുകൾ ഇന്ത്യൻ സൈന്യം നിർവീര്യമാക്കി. അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണത്തിന്റെ അവശിഷ്ടങ്ങളായ പ്രദേശവാസികളുടെ ജീവനും സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തിയിരുന്നു. അപകടമുണ്ടാകാതിരിക്കാൻ എല്ലാ സ്റ്റാൻഡേർഡ് സുരക്ഷാ പ്രോട്ടോകോളുകളും പാലിച്ചുകൊണ്ടാണ് ഷെല്ലുകൾ നശിപ്പിച്ചത്. പരിശീലനം ലഭിച്ച ബോംബ് നിർവീര്യ സംഘങ്ങൾ പോലീസുമായി ചേർന്നാണ് നടപടികൾ സ്വീകരിച്ചത്. പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബണിലെ ഇന്ത്യൻ എംബസിക്ക് പുറത്ത് ഓപ്പറേഷൻ സിന്ദൂർ പോസ്റ്ററുകൾ. നടപടി അവസാനിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പോസ്റ്ററുകൾ. സോഫിയ ഖുറേഷിയെ അപകീർത്തിപ്പെടുത്തിയ മധ്യപ്രദേശ് ആദിവാസി ക്ഷേമ മന്ത്രി വിജയ് ഷാ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരാമർശത്തിൽ FIR ഫയൽ ചെയ്യാൻ പോലീസിനോട് നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് മന്ത്രി സുപ്രീംകോടതിയെ സമീപിച്ചത്.